മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു. വിജയിക്കാനായി നിങ്ങൾ പരാജയത്തെ അന്വേഷിക്കണം. എല്ലാ പാഠങ്ങളും തോൽവിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എത്രമാത്രം ദരിദ്രനായിക്കൊള്ളട്ടെ, നിങ്ങളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരു കുടുംബമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. പ്രതീക്ഷയാണ് ജീവിതം. ഏത് സാഹചര്യത്തിലും എല്ലാം ശരിയാകുമെന്ന വിശ്വാസത്തോടെ ജീവിക്കുക. ഭക്തരെ, സമൂഹത്തിന് പലപ്പോഴും ഒരു വേട്ടക്കാരൻ്റെ മനസ്സാണ്. ഇര വീഴുമ്പോഴേ അതിന് തൃപ്തിയാകൂ. വീഴ്ത്തുന്നത് വിനോദം മാത്രമല്ല, ഒരാഘോഷം കൂടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും മുൻഗണന നൽകേണ്ടത് നിങ്ങൾക്ക് തന്നെയായിരിക്കണം. നമ്മൾ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കാനും പാടില്ല. കഷ്ടപ്പെടുന്ന ചില മനുഷ്യർക്ക് ചിരി ഉണ്ടാവില്ല. ചിരിയുള്ള ചില മനുഷ്യർക്ക് കഷ്ടപ്പാട് ഉണ്ടാകില്ല. കഷ്ടത്തിലും ചിരിക്കുന്ന ചില മനുഷ്യർക്ക് തോൽവിയുണ്ടാകില്ല. ഭക്തരെ, താക്കോലില്ലാത്ത പൂട്ടുകൾ ഒരിക്കലും നിർമ്മിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ ദൈവം ഒരിക്കലും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ നൽകാറുമില്ല. അവ തുറക്കാൻ നിങ്ങൾക്ക് ക്ഷമയുണ്ടായാൽ മാത്രം മതി. ക്ഷമയോടെ കാത്തിരിക്കുക. മികച്ചത് ലഭിക്കാൻ നിങ്ങൾ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ പോകേണ്ടി വരും. ആളുകൾ എന്ത് വിചാരിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. ഭക്തരെ, ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ തീരുമാനങ്ങളാണ്. അതിൽ പിഴവുകൾ സംഭവിക്കില്ല. തീർച്ച. കാത്തിരിക്കുക. ഒരു ദുഃഖത്തിനപ്പുറം ഒരു സന്തോഷം നിങ്ങൾക്ക് വന്നു ചേരുവാനുണ്ട്. നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ നിങ്ങൾ മൗനം പാലിക്കുന്നിടത്ത് കാലം അതിനുള്ള മറുപടി നൽകുക തന്നെ ചെയ്യും. നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന് ആളുകൾ പറയുമ്പോൾ അതിനർത്ഥം അവരുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിർത്തി എന്നാണ്. വേഗത്തിൽ ഓടുന്നവരല്ല, ഓട്ടം തുടരുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ, കണ്ടുമുട്ടിയ മുഖങ്ങൾ, ഒറ്റപ്പെടുത്തിയ ബന്ധങ്ങൾ എല്ലാം ഒരു പാഠമാണ്. പഠിക്കാനും തിരിച്ചറിയാനുമുള്ള പാഠം. ഭക്തരെ, ചിരിച്ചാൽ മാറുന്ന ദേഷ്യങ്ങളുണ്ട്. ക്ഷമിച്ചാൽ തീരുന്ന തർക്കങ്ങളുണ്ട്. തൊട്ടാൽ അലിയുന്ന പിണക്കങ്ങളുണ്ട്. ഒരു വാക്കുകൊണ്ട് തീർക്കാവുന്ന സങ്കടങ്ങളുണ്ട്. പക്ഷേ ആരും ഒന്നിനും തയ്യാറല്ല എന്നതാണ് യാഥാർത്ഥ്യം. പരിഗണന കിട്ടാത്ത ഇടങ്ങളിൽ നിന്നും പരിഭവമില്ലാതെ പിൻവാങ്ങുക. സ്വയം തുടച്ച കണ്ണുനീരും ഒറ്റയ്ക്ക് അനുഭവിച്ച ദുഃഖങ്ങളുമാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ. മനസ്സ് വല്ലാതെ തളർന്നിരിക്കുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ വാക്ക്, അല്ലെങ്കിൽ നോട്ടം, അല്ലെങ്കിൽ ഒരു പുഞ്ചിരി, അത് മതി എല്ലാം മറക്കാൻ. ഭക്തരെ, അത്രമേൽ ചേർത്ത് നിർത്തിയിട്ടും മനസ്സിലാക്കാത്തവരിൽ നിന്ന് പുഞ്ചിരിയോടെ തിരിഞ്ഞു നടക്കണം. നിങ്ങൾ ഉള്ളതും ഇല്ലാത്തതും അവർക്ക് തുല്യമാണ്. നിങ്ങളെ തോൽപ്പിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ്. നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവർ, നിങ്ങളുടെ ജീവനേക്കാൾ ഏറെ നിങ്ങൾ സ്നേഹിക്കുന്നവർ. സമയവും കാലവും അവർക്കായി നിങ്ങൾ മാറ്റിവെക്കുന്നു. അസൂയ ഉള്ളവർക്ക് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാകില്ല. എന്നാൽ നന്നായി ജീവിച്ചവൻ മരണത്തെ പോലും ഭയക്കുന്നില്ല. ഭക്തരെ, മറ്റുള്ളവരെ കരയിപ്പിച്ചു നേടിയ എല്ലാത്തിനും കരച്ചിൽ കൊണ്ട് തന്നെ കടം വീട്ടേണ്ടി വരും എന്ന് എപ്പോഴും ഓർക്കുക. എത്ര കിട്ടിയാലും മതി വരാത്ത ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ. അത് നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങൾക്ക് തരുന്ന ആത്മാർത്ഥമായ സ്നേഹമാണ്. പ്രിയപ്പെട്ടവരിൽ നിന്ന്
പ്രതീക്ഷിക്കാതെ പലതും ഉണ്ടാകുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി ഒന്ന് ദേഷ്യപ്പെടാൻ പോലും കഴിയാത്ത നിസ്സഹായ അവസ്ഥയുണ്ട്. സ്നേഹിച്ചുപോയി എന്നതുകൊണ്ട് മാത്രം പ്രതികരിക്കാൻ പറ്റാതെ പോകുന്ന അവസ്ഥ. ബന്ധങ്ങളൊന്നും നിങ്ങൾക്ക് അറിവുകൾ നൽകില്ല. നൽകുന്നതെല്ലാം തിരിച്ചറിവുകളായിരിക്കും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.